എല്ലാവർക്കും അതെ തല മാത്രമേ ഉള്ളൂ. നമുക്ക് നെതറിലോട്ട് പോവാം. നമ്മള് വന്ന വഴിയാണ് നെതർ. വന്ന വഴിയാണ്. ഇവിടെ മഴ നിക്കത്തില്ലേ? എന്തോടി അറിയത്തില്ല. മഴയും എനിക്ക് ഉടലൊന്നും തിരിച്ചിട്ട് ഇതിന്റെ തല മാത്രമേ ഉള്ളടി. എനിക്ക് വഴിയ. നമുക്ക് ഫസ്റ്റ് ടാസ്ക് ചെയ്യാടി. ഈ പ്രോബ്ലം എല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടാണ് നിന്നെ കൊണ്ടുവന്നത്. സോമീസിനൊന്നും കണ്ടിട്ടില്ലേ? റെഡി വാ. ഒന്ന് കേറുവാ. നേരെ ഇറങ്ങ്. നമുക്ക് പോവാം. ഈ കാറ്റ് കേൾക്കോ? നീ പോയപ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്കാതെ ഇതൊക്കെ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കണോന്ന് അവര് പറഞ്ഞായിരുന്നടി. നിന്റെ സീക്രട്ട് നീ വാ. സാധനം എനിക്ക് വീട്ടിൽ പോണം. ഇത് കണ്ടാ ഇവിടെ പൊളിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സെറ്റ് ആയിരുന്നു. വീട് പോയാ ഇവിടെ കുടുങ്ങി പോടി. അബദ്ധമൊന്നും കാണിക്കരുത്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. ആരെങ്കിലും സൂക്ഷിച്ച് നിൽക്കാൻ അങ്ങോട്ട് പോവില്ല. കണ്ടില്ലല്ലോ ഇതാണ് നെതർ. ഇത് വേറൊരു ഡയമെൻഷനാണ്. ഇവിടെ ഒരു ബേസ് ഉണ്ടാകണം. നമ്മള് അതിന്റെ പിക്കാക്സിനടുത്ത് പിക്കാക്സ് എടുത്ത് ഇവിടെ എന്തൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? വന്നേ ഇവിടെ ബേസ് ഉണ്ടാക്കാനുള്ളത് സൗണ്ട് കേൾക്കുന്നില്ലേ? ഇവിടെ അവിടെയാണ് അപ്പൊ ബേസ് ഉണ്ടാക്കാനുള്ളത്. ഇവിടെയാ? ആ അതെ. നിങ്ങളിങ്ങ് വന്നേ. നിങ്ങളിങ്ങ് വാ. ബേസ് എന്ന് പറയാൻ എങ്ങനാ? ഒരു സ്റ്റാർ സിമ്പല് പോലെ കുഴിക്കണം. നിങ്ങൾ അവിടെ എന്നെ രക്ഷപ്പെടുത്താൻ വന്നപ്പോ ഒരു സിമ്പിള് കണ്ടില്ലായിരുന്നു? അതുപോലെ 6 ഹെഡുള്ള സ്റ്റാർ. ഇതൊരു വെറൈറ്റി മരവും. മറ്റേ കളിക്കുന്ന ആള് കളിക്കരുത്. ഒരുപാട് പണികളുള്ളതാണ്. മര്യാദക്ക് നിരപ്പാക്കും. ഇഷ്ടംപോലെ പണിയുണ്ട്. ഈ ഉടലൊന്ന് തിരിച്ചിട്ടില്ലെങ്കിൽ അത്രയും മതിയായിരുന്നു. അല്ല കൊമ്പുള്ള എന്താണ് പന്തിക്ക് കൊമ്പുണ്ടായി. നിങ്ങൾ എവിടെ? ചിക്കൻ കിട്ടിയടി. അല്ല, ഗോൾഡൻ ഫുഡ്. നിനക്കെവിടെ കിട്ടി? ഞാൻ ഒരുത്തനെ കൊന്നടി. എങ്ങനെയുണ്ട്? ഇപ്പൊ വരും ആ കാലം. എനിക്ക് വയ്യ. 5 ഗോൾഡും കിട്ടി. 5 ഗോൾഡ് അടിച്ചോണ്ട് പോയ ആളാണോ? ഞാൻ കാര്യം പറയട്ടാ. ഗോൾഡ് സ്കോഡിനാണ് ഒട്ടും വിലയില്ലാത്തത്. അങ്ങനെ മാത്രം പറയരുത്. എന്നാ പിന്നെ ഞാൻ പിക്കാസ് ഉള്ള ആരെങ്കിലും കണ്ടുപിടിക്കട്ടെ. പോയി പാട്ട് വന്നേടി. ആ കാട്ടുപന്നിക്കല്ലേ കൊമ്പുള്ളത്? ആ പോർക്ക് തന്നെ. റോ പോർക്ക് ചോപ്പ്. അതെ. നമുക്ക് സമയം വളരെ കുറവാണ്. അതെ, സമയം പറഞ്ഞിട്ടിരിക്കല്ലേ? എന്നിട്ട് അവള് കളിച്ചോണ്ടാണ് നിങ്ങളെ. കഷ്ടപ്പെട്ടത് അതൊക്കെ പോയി കാണാതെ ഡസ്റ്റ് ആയി പോയി. അതെ, കാണിച്ചു തരാം. ഈ ഡസ്റ്റ് ആയി പോയി. അതാണ് 2 വിട്ട് കിട്ടിയതേ ഉള്ളു. അപ്പൊ ഡസ്റ്റ് ആയി.
എടി ഇതിന്റെ സ്കോഡ് തീർന്നതാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ ബേസ് ആയിട്ട് ഇങ്ങനെ തന്നെ ബേസ് ചെയ്യാന്നുള്ളത്. അതെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇതായിരുന്നു അവിടുത്തെ കണ്ട സിമ്പല്. നോക്കിട്ട് ഭയങ്കര ലാഭം തന്നെ ഇത്. നമ്മുടെ ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ ഇവിടെ ഒരു ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എടി ഇനി ഇവിടെ നിന്നിട്ട് എന്തോ മന്ത്രം ജപിക്കണമെന്നല്ലേ പറഞ്ഞു അവിടെ കിട്ടാൻ വേണ്ടിട്ട്. എടി ഇപ്പൊ ഗോൾഡിന്റെ ഒക്കെ റേറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഗോൾഡ് എടുത്തിട്ട് ഇപ്പൊ വരാം. ഞാൻ വില്ലേജർ കാണാതെ എങ്ങനെയൊക്കെ എന്റെ അടുത്ത് വന്ന് ഇപ്പൊ എല്ലാരും ഇതായത്. ഓ നീയേതാ എന്റെ ഗോൾഡ്. ഗോൾഡ് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ എത്തോടെ പോയാലും. അതെ അതെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു വില്ലേജർ ആയിരിക്കും. ഓ ഓക്കെ കടല് വന്ന എൻജോയ് ചെയ്ത് എടുക്കണ്ടേ എല്ലാ വീണ്ടും. അതെ പീസ്ഫുൾ മാച്ച്. എവിടെ മന്ത്രം ജപിക്കാം. ഓ ബാബാ അതിന് എന്റെ കയ്യിലൊരു നമ്മുടെ കയ്യിലൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്ക്. നമ്മൾ ഒളിച്ചോടി ഓടി. അയ്യോ അടിയിട്ടേ. അയ്യോ അയ്യോ ഞാൻ കത്തിപ്പോളടി. എനിക്കൊരു പിങ്ക് ആയിരുന്നു പിഗ്ലിനെന്ന്. ശരി എന്നത് ആരും അടിക്കണം. കത്തിച്ചു കൊല്ലടി. ഞാൻ ഏതോ മലമുകളിൽ റീസ്പോൺ ആയി. ഞാനും. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ എവിടെയോ ഉണ്ട്. ഹലോ നമസ്കാരം. അവിടെ നമ്മളെ രക്ഷപ്പെട്ടടി. അതെ ഇല്ലടി നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് വരുത്തും അവര്. പുതിയൊരു ജീവിതം കിട്ടിയാണ് എന്റെ പ്രശ്നം. നമുക്ക് സംസാരിക്കട്ട. നമുക്ക് പുതിയൊരു തുടങ്ങാം കേട്ടാ. പ്ലീസ് ഓക്കെ അല്ലേ? വാളുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പ്രോസസ് ചെയ്ത് കാണിച്ചതേ. പ്ലീസ് ഓക്കേടി വീട്ടിൽ പോവാം. ഓക്കെ ശരി. നമുക്ക് ഇനി ഇവിടെ ഒരു ബേസ് ഒന്നേ തുടങ്ങാം. എടി ഇതോ ഒരു ഗ്രാമം.